നമസ്കാരം. കേരള കണക്റ്റിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്തെ ഒരു പാമ്പ് ഭീഷണിയെ പറ്റി തന്നെയാണ് അല്ലേ. പാമ്പ് ഭീഷണികളും ആശങ്കകളും അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് മെജോറിറ്റി വീടുകളിലും ഉള്ളൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. എന്തായാലും ആ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള GS റോഷ്നിയാണ്. വെൽക്കം ടു ദി ഷോ മാം. ശരിക്കും ആദ്യം തന്നെ ചോദിക്കേണ്ടത്, ഈ വേനൽക്കാലത്ത് എന്തുകൊണ്ടാണ് ഈ പാമ്പുകൾ എല്ലാവരും കൂടെ വീട്ടിലോട്ട് വരുന്നത്? പാമ്പുകൾ വീട്ടിലോട്ട് വരുന്നതല്ല, വെയിൽ കൂടുമ്പോൾ ചൂട് കൂടുമ്പോഴത്തേക്ക് ഇവർ പുറത്തിറങ്ങുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇവരാരെയും കാണാറില്ല, അവർക്ക് മനുഷ്യരെ ഇഷ്ടമല്ല, അവർ മനുഷ്യരുടെ മുന്നിലേക്ക് വരാറുമില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് ശരിക്കും അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് സഹിക്കുന്നതിനേക്കാൾ വലിയ ചൂടാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് സഹിക്കുന്നതിനേക്കാൾ പരിധിയുണ്ട്. കാരണം അവർ കോൾഡ് ബ്ലഡഡ് ആനിമൽസാണ്, ശീതരക്തമുള്ള ഉരകങ്ങളാണ് പാമ്പുകളെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ തണുപ്പ് തേടിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും എന്തുവാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വീടിനുള്ളിൽ തണുത്ത സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് അവർ അതിനുള്ളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതെ അതെ അതെ. യെസ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ നമ്പർ കാണുന്നുണ്ടാവും. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാനും പറ്റും, അതുപോലെ തന്നെ വിളിച്ചും സംശയം ചോദിക്കാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജായിട്ട് അയക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് ഇങ്ങനെ വാർത്തകൾ കേൾക്കാറുണ്ട്, പാമ്പ് വീട്ടിൽ കയറിയ കാര്യങ്ങളുമൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ഒരു പരിധി വരെ എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? പാമ്പുകൾ ഒരു 3 സാഹചര്യങ്ങളിലാണ് കൂടുതലും മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഒന്ന്, അവരുടെ ഇര തേടിയിട്ട് പുറത്തിറങ്ങുന്നു. 2, മീറ്റിംഗ് സീസണിൽ അവർ ഇണയെ തേടി പുറത്തിറങ്ങി വരാറുണ്ട്. 3, ചൂട് കൂടുതലാകുമ്പോൾ അവർ പുറത്തോട്ടിറങ്ങി വരാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 സാഹചര്യങ്ങളിലാണ് കൂടുതലും പാമ്പുകളെ നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിലായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ മാക്സിമം കാണാതിരിക്കാൻ തന്നെ അവരങ്ങനെ വരാറില്ല, പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മുന്നിൽ വന്ന് പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വീടുകളിലേക്ക് വരുന്നത് ഇപ്പോൾ നമ്മൾ, എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസമായിട്ട് വലിയ വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന 2-3 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വീടിനുള്ളിലേക്ക് വരുന്ന കാരണം എന്ന് പറയുന്നത്, വീടിനകത്ത് തണുപ്പ് നോക്കിയാണ് ഇവർ കൂടുതലും കയറി വരുന്നത്. അത് നമുക്ക് വീട്ടിൽ ചെടികൾ വളർത്തുന്ന ആൾക്കാരുണ്ട്, ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ പ്ലാന്റ്സ് ഒരുപാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് വള്ളിച്ചെടികൾ, ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ് ഒക്കെ ഒരുപാട് വളർത്തിവിടുന്ന ആൾക്കാരുണ്ട്. ടെറസ് പോലെയുള്ള സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇതിൻ്റെ എല്ലാം ചെടികളുടെ മുകളിൽ എപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കും, അവിടെ ഒരു നനവുണ്ടാവും, ഒരു ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്ന അവരുടെ ഒരു ഷെൽട്ടറാണ്. അങ്ങനെയുള്ള തണുത്ത പ്രദേശത്ത് സുഖമായി ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരിയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെയുള്ളത്, നമ്മുടെ വീടിനുള്ളിൽ തന്നെ ബാത്റൂമിൽ നിന്ന് അല്ലെങ്കിൽ അടുക്കളയിൽ നിന്നൊക്കെ വെള്ളം പുറത്തേക്ക് പോകുന്ന ചെറിയ പൈപ്പുകളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെങ്കിൽ റോഡ് സൈഡിലോ ഓടയിലോ മറ്റോ ആയിരിക്കും. പിന്നെ നാട്ടുപുറത്തൊക്കെ ആണെങ്കിലും പറമ്പിൽ ഒക്കെ ആയിരിക്കും ഇത് ഓപ്പൺ ആയിട്ടിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തു കൂടി ഈ പാമ്പ് കയറി നമ്മുടെ വീടിനുള്ളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ആ ഭാഗം ജസ്റ്റ് നെറ്റ് വല്ലതും വെച്ചിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി കടന്നു വരാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ മരങ്ങളിൽ കൂടിയൊക്കെ നമ്മുടെ വീടിനേക്ക് ചാഞ്ഞു കിടക്കുന്ന മരങ്ങളുണ്ടെങ്കിൽ അതുവഴി കയറി പാമ്പ് മരത്തിൽ കയറും. അപ്പോൾ അതുവഴി നമ്മുടെ വീടിന് മുകളിലൊക്കെ കയറിയിട്ട് എയർ ഹോൾ വഴിയൊക്കെ കയറി അകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മാസമായി ഒരു വീടിൻ്റെ AC-യുടെ ഉള്ളിൽ നിന്ന് ഒരു 5 പാമ്പിനെ എടുത്തായിരുന്നു. ഒരെണ്ണമാണ് കയറിപ്പോകുന്ന കണ്ടത്. പക്ഷേ അത് എന്തുവേണം, നമ്മുടെ വില്ലൂന്നി എന്ന് പറയുന്ന നോൺ വെനമസ് ആയിട്ടുള്ള സ്നേക്ക് ആയിരുന്നു. പക്ഷെ എന്നാലും ആ ഒരെണ്ണത്തിനെ നോക്കിയപ്പോൾ അതിനകത്ത് 5 എണ്ണം ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് അതിനകത്ത് ജീവിച്ചിരുന്നോണ്ടായിരിക്കും, കുറച്ച് ദിവസം ഒരുപാട് വലിയ സൈസ് അല്ലായിരുന്നു, ഇച്ചിരി കുഞ്ഞുങ്ങളുടെ ഒരു ടൈപ്പ് ആയിരുന്നു. എന്നാലും 5 എണ്ണം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാരണം അത് തണുപ്പുള്ളത് കൊണ്ടായിരിക്കണം അത് അതിനുള്ളിൽ തന്നെ ഇരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഷെൽട്ടർ, അവർക്ക് ഇരിക്കാനൊരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സുഖമാണെന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങനെയാണല്ലോ, നമുക്ക് സുഖമുള്ള സ്ഥലത്ത് വിട്ടുപോകാൻ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ തന്നെയാണ് അവർക്കൊരു ഷെൽട്ടർ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. അതെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോർമലി കടിച്ചവിടുത്തെ ബ്ലഡുകൾ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാലകാലങ്ങളായിട്ട് ഒരുപാട് തെറ്റായ അങ്ങനെ കുറേ ധാരണകളുണ്ട്. മുറുക്കി കെട്ടി വയ്ക്കുക,
ബ്ലഡ് സക്ക് ചെയ്ത് കളയുക, ബ്ലേഡ് വെച്ച് കീറിയിട്ട് രക്തം വാർത്ത് കളയുക, ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റായ ധാരണകൾ, സോപ്പും വെള്ളവും ഉപയോഗിച്ച് നല്ലവണ്ണം തേച്ച് കഴുകുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ശരിക്കും തെറ്റായ അതാണ്. നമുക്ക് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിയാണ്, നമുക്കിപ്പോൾ പേപ്പട്ടി വിഷമോ അങ്ങനെയൊന്നുള്ള വേറെ ഒന്നുമല്ല. അപ്പോൾ പാമ്പ് കടി ഏൽക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സലൈവയൊന്നും നമ്മുടെ ശരീരത്തൊന്നും ആവുന്നില്ല. അത് പല്ല് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വെനം ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആ തേച്ച് കഴിയുമ്പോൾ ഒരു മസാജിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ വെനം വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ മുറുക്കി കെട്ടിവെക്കുന്നതും അതുപോലെയാണ്. ആ ബ്ലഡും വെനവും എല്ലാം കൂടി അതുവരെ വന്നങ്ങ് നിൽക്കുവാണ്. നമ്മൾ എപ്പോഴായാലും ഇതിനെ അഴിക്കണമല്ലോ. അപ്പോൾ അഴിക്കുമ്പോഴേക്കും ഇത് ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പാമ്പ് കടി ഒരു ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൽ ചെയ്യാനുള്ളത്. അല്ലാതെ നമ്മളൊരു ഫസ്റ്റ് എയ്ഡിന് വേണ്ടി ഒരിക്കലും നമ്മൾ അതിനു വേണ്ടി മെനക്കെടേണ്ട. അതെ, നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്കൊരു പരീക്ഷിക്കാനുള്ള ഒരു സമയമല്ല സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും വേഗം തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആളിനെ ടെൻഷൻ ആക്കരുത്, ഒരു പരിഭ്രാന്തി ഉണ്ടാക്കാൻ പാടില്ല. ആണായാലും പെണ്ണായാലും നമ്മളൊന്ന് പറഞ്ഞൊന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, ടെൻഷൻ അടിപ്പിക്കരുത്. കാരണം ഇപ്പോൾ ചേര കടിച്ചിട്ട് അറ്റാക്ക് വന്ന് മരിച്ച കേസ് നമുക്കുണ്ടായിട്ടുണ്ട്. അതെ, പേടിച്ചിട്ട്. അപ്പോൾ പ്രഷർ കൂടിയിട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ നോൺ വെനമസ് ആയിരിക്കും, പക്ഷേ പെട്ടെന്ന് പാമ്പ് കടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഭയം ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം. കോൾ വന്നിട്ടുണ്ട്, നമുക്ക് കോളിലോട്ട് കിടക്കാം. നമസ്കാരം, ഇതാരാണ്? ഗുഡ് ഈവനിങ് മാം, ഞാൻ ശില്പയാണ് തിരുമലയെന്ന്. ഓക്കെ ശില്പ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. മാമിനോട് സംസാരിക്കാം. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ശില്പ, പറഞ്ഞു. മാം, ഇപ്പോഴ് റീസെന്റ് ആയിട്ട് 2 ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ഒരു വീട്ടില് ഒരു മൂർഖന്റെ കുഞ്ഞ്, മൂർഖനാണെന്ന് പറഞ്ഞു. അപ്പൊ മാം ഇപ്പം ന്യൂസിലൊക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ ഇങ്ങനെ പാമ്പ് കടിച്ച് മരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ മാം, ഇതിനു മുമ്പ് ഞങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വന്നിരുന്നു. പക്ഷെ അപ്പോഴ് അത് പിന്നെ കണ്ടില്ല. ഞാനത് കുറെ നേരം നോക്കിയിരുന്നിട്ട് പിന്നെ അത് എങ്ങോട്ടോ പോയി. മാം, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ആരെ വിളിക്കേണ്ടേ? അപ്പൊ അതൊരു വിളിക്കേണ്ട ആളോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ ഒന്നും, ഇതിന് ഒരാളിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ വയസ്സായത് കാരണം വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ മൂർഖൻ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ നെയ്ബറിന്റെ വീട്ടില്. അപ്പൊ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടാൽ അതിന്റെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാടെണ്ണം ആ പരിസരത്ത് കാണാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ? പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമോ മാം? ഓക്കെ, ഇതിപ്പോൾ എല്ലാം കൂടി പറയാൻ കുറേ സംഭവമുണ്ട്. എന്നാലും ശില്പ ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആരെയാണ് ആദ്യം വിളിക്കേണ്ടതെന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ ശരിക്കും എന്താണ്, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ 108 ആംബുലൻസ് വിളിക്കുന്നത് പോലെ തന്നെ നമുക്കൊരു നമ്മുടേതായ വനം വകുപ്പിൻ്റേതായ ഒരു ആപ്ലിക്കേഷനുണ്ട്. സർപ്പ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്, SARPA, സർപ്പ, സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ പ്രൊട്ടക്ഷൻ ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരുന്നാൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏകദേശം 3500-ലധികം നമ്മുടെ ലൈസൻസ്ഡ് റെസ്ക്യൂവേഴ്സിൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ഇപ്പോൾ ശില്പ എവിടെയാണോ നിൽക്കുന്നത്, ശില്പ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് റെസ്ക്യൂവേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റെസ്ക്യൂവേഴ്സ് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ശില്പയ്ക്ക് ആദ്യം കാണാൻ കഴിയുന്ന നമ്പർ എന്ന് പറയുന്നത് ശില്പയുടെ തൊട്ടടുത്തുള്ള റെസ്ക്യൂവറുടെ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ആളെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞ് ഇത് ആൾ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, റെസ്ക്യൂ ചെയ്തിട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവാണ്, നമ്മുടെ ഗൂഗിൾ നമ്മുടെ കയ്യിലിരിക്കുമല്ലേ, ഗൂഗിളിൽ ആരുടെ എന്തുവാണ് ഒരു സ്നേക്ക് റെസ്ക്യൂവർ തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് കൊടുത്താൽ തന്നെ കിട്ടും. നമുക്ക് ഫോറസ്റ്റ് ഓഫീസ് കിട്ടും, പിന്നെ നമ്മുടെ ഫോറസ്റ്റ് കൺട്രോൾ റൂമിൻ്റെ നമ്പർ കിട്ടും. അങ്ങനെ ഒരുപാട് ഏത് പേര് വേണമെങ്കിലും ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിലൊരു നമ്പർ കിട്ടും. ഈവൻ എൻ്റെ നമ്പർ റോഷ്നി എന്ന് കൊടുത്താലും എൻ്റെ നമ്പർ ഗൂഗിളിൽ കിട്ടും. അപ്പോൾ അത്തരത്തിൽ ആരെങ്കിലും നിങ്ങൾ ഇപ്പോൾ ബന്ധപ്പെടുന്ന ആൾ റെസ്ക്യൂവർ ആവണമെന്നില്ല, പക്ഷേ നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ അവരടുത്തൊരു റെസ്ക്യൂവറുടെ നമ്പർ നമുക്ക് ഉറപ്പായിട്ടും തരും. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, പാമ്പ് ഇപ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയമാണ്. ഈ ഒരു സമയം മെയ് ജൂൺ സമയത്താണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ മൂർഖമാമിൻ്റെയൊക്കെ ആണെങ്കിൽ എന്തുവാണ് 30 മുതൽ 60 വരെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 32, 34 അതുപോലെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓരോ പാമ്പിൻ്റെയും ഹെൽത്ത് പോലെ ഇരിക്കും അതിൻ്റെ മുട്ടയുടെ എണ്ണമൊക്കെ. അപ്പോൾ ഏകദേശം എന്നാലും ഒരു 30 മുട്ടയിലധികമൊക്കെ ചില പാമ്പുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ശരിക്കും എന്തുവാണ്
അവർക്ക് എങ്ങോട്ട് പോകണം എന്നൊരു ധാരണ ഉണ്ടാവില്ല. അവരുടേതായ ഒരു ടെറിട്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വരെ അവർക്ക് എവിടെയാണോ സുഖം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് സേഫാണെന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് അവർ കയറിയിരിക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞ് വന്നു എന്ന് പറഞ്ഞിട്ട് ദിവസവും വരണമെന്നുമില്ല, ഇനി വന്നുകൂടായികയുമില്ല. വീണ്ടും ഉണ്ടാവാം, വേണമെങ്കിൽ ഇല്ലാതിരുന്നാലും കുഴപ്പമില്ല. കാരണം ഒരെണ്ണം വന്നു എന്ന് വെച്ചിട്ട് അതിൻ്റെ പുറകിലൊന്നും അടുത്തത് വരാൻ സാധ്യതയില്ല. ഇവർ മുട്ട വിരിഞ്ഞിറങ്ങുമ്പോൾ 4 വഴിക്കും അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നോ രണ്ടോ ആയിരിക്കും നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്കങ്ങനെ വരണം എന്ന് നിർബന്ധവുമില്ല. പിന്നെ ഒരു പാമ്പ്, വലിയ പാമ്പുണ്ട്, ഇനി മുട്ട വീട്ട് അടയിരിക്കുന്ന പാമ്പൊന്നും, മൂർഖൻ പാമ്പൊന്നും അങ്ങനെ അടയിരിക്കാറില്ല. അപ്പോൾ വലിയ പാമ്പ് ആ പരിസരത്തുണ്ടാവണം എന്നുള്ളതും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാണണമെന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ വാഴികൾ, എലിയുടെ മാളങ്ങളാണ് പാമ്പുകൾ താമസിക്കുന്നത്. അപ്പോൾ എലിമാളങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടിന് ചുറ്റും പാമ്പുകളുണ്ട്. നമ്മൾ കാണാത്തതാണ്. നമ്മൾ അവരെയും കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവർ നമ്മളെ കാണാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കാണാത്തതാണ്. പറമ്പിലൊക്കെ പാമ്പുകളുള്ള സ്ഥലങ്ങളാണ് എല്ലായിടവും. നമ്മുടെ പാമ്പിൻ്റെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനം മാത്രമല്ല, നമ്മുടെ വീടും നമ്മുടെ ചുറ്റുമുള്ള എല്ലാം പാമ്പുകളുടെ ആവാസ വ്യവസ്ഥയാണ്. താങ്ക് യു സോ മച്ച് ശില്പ. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നതിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പേടിച്ച് വരെ മരണം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മാം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. ആളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. പിന്നെ ആംബുലൻസിൽ മാത്രമേ പോകൂ എന്ന ഒരു നിർബന്ധമൊന്നും വേണ്ട. നമുക്ക് ആംബുലൻസ് കിട്ടുവാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പോവാം, നല്ലതാണ്. കിടത്തി കൊണ്ടുപോകാൻ കുഴപ്പമില്ല. പക്ഷേ കാറിലോ ബൈക്കിലോ ഏത് വാഹനത്തിലായാലും കുഴപ്പമില്ല, ഒരാളൊന്ന് ഹോൾഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആൻറ്റിവെനം, നമുക്കിപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിലെല്ലാം ആൻറ്റിവെനം കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ആൻറ്റിവെനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അടുത്ത ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതി. പിന്നെ കടിച്ചത് ഒരുപക്ഷെ വെനമസ് ആവണം എന്നില്ല, നോൺ വെനമസ് ആവാം. അതിലും പിന്നെ ഇനി പാമ്പിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സമയം ഒരിക്കലും മെനക്കെടുത്തരുത്. കാരണം നമുക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബ്ലഡിൻ്റെ ക്ലോട്ടിങ് ടൈമൊക്കെ നോക്കിയിട്ട് വെനമസ് ആണോ നോൺ വെനമസ് ആണോ എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇനി ഈവൻ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ട് കോബ്രയാണ് ബൈറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം, കുഴപ്പമില്ല. അതെ, ഇതാണെന്ന് നമ്മൾ കണ്ടു എന്ന് പറയാം. അതല്ലാതെ ഇതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോയി എടുത്തിട്ട് പോകാനുള്ളൊരു ടൈം ഒരിക്കലും, അതെ, സമയം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായാൽ സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ സമയമാണ്. അപ്പോൾ അത് പാഴാക്കാതെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഓക്കെ മാം, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വാട്സപ്പിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. പന്തളത്ത് നിന്നുള്ള ഒരു പ്രേക്ഷകനാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഏറ്റവും വെനമസ് ആയിട്ടുള്ള സ്നേക്ക് ഏതാണ് എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൽ 100 മുതൽ 120ഓളം ഇനം പാമ്പുകൾ ഉണ്ടെന്ന് പറയുന്നു. അതിൽ നമുക്ക് വെനമസ് ആയിട്ടുള്ള സ്നേക്സ് എന്ന് പറയുന്നത് 5 എണ്ണമാണ് വെനമസ് ആയിട്ടുള്ളത്. അതിൽ ഒന്ന് നമ്മുടെ ഒഫിയോഫാഗസ് സന്ന എന്ന് പറയുന്ന കിങ് കോബ്ര, ഉരകങ്ങളുടെ രാജാവ്. 2 എന്ന് പറയുന്ന സ്പെക്ടക്കിൾഡ് കോബ്ര, നമ്മുടെ എല്ലാവരും എപ്പോഴും കാണുന്ന മൂർഖൻ പാമ്പ്. 3 എന്ന് പറയുന്നത് റസൽസ് വൈപ്പർ എന്ന് പറയുന്ന ദബോയിയ റസലി എന്ന സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന നമ്മുടെ അണലി എന്ന് പറയുന്ന പാമ്പ്. പിന്നെ 1 പറയുന്നത് സ്വാസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന ഈർച്ചവാളൻ ശൽക്ക അണലി. പിന്നെ 1 കോമൺ ക്രേറ്റ്. നമുക്കിപ്പോൾ 2 ദിവസം കൊണ്ട് ആ കുഞ്ഞിന് ബൈറ്റ് ഉണ്ടായത് കോമൺ ക്രേറ്റാ. ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ, മോതിരവളയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്. ഇവർ 5 പേരുമാണ് വെനമസ് ആയിട്ടുള്ള സ്നേക്സ്. ഇതിൽ രാജവെമ്പാലയുടെ ബൈറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം രാജവെമ്പാല അധികം വനത്തിന് പുറത്ത് അങ്ങനെ ഇറങ്ങി വരാത്തൊരു പാമ്പാണ്. പിന്നെ ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ മാറ്റം വരുന്നത് കൊണ്ട് മിക്കവാറും ജില്ലകളിലൊക്കെ റെസ്ക്യൂ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊന്നും എനിക്ക് അധികം അങ്ങനെ റെസ്ക്യൂ നമുക്കങ്ങനെ ഞാനും കണ്ടിട്ടില്ല. ഞാൻ തന്നെ ഒരെണ്ണമാണ് റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തിടയ്ക്കൊന്നും അങ്ങനെ വലിയ റെസ്ക്യൂ ഒന്നും ഉണ്ടായിട്ടില്ല ആർക്കും. വേറെ ജില്ലയിലുമൊക്കെ അതുപോലെയാണ്. നമുക്ക് മൂർഖനെ പോലെയൊന്നും കിട്ടുന്നതല്ല രാജവെമ്പാല, അങ്ങനെ വരാറില്ല. ബാക്കി 4 പേരെയാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. അതിൽ മൂർഖനും അണലിയും പിന്നെന്തുവാ കോമൺ ക്രേറ്റ് ശംഖുവരയനുമാണ് കൂടുതലുള്ള. അതിലും മൂർഖനാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ ഒരു 15ഓ 20ഓ മൂർഖനെയൊക്കെ കിട്ടുമ്പോഴാണ് ചിലപ്പോൾ ഒരു ശംഖുവരയനെയൊക്കെ കിട്ടുന്നത്. ശംഖുവരേൻ്റെ എണ്ണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറവാണ്. അത് കിണറിനുള്ളിൽ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ഈ പകൽ സമയത്ത് ഇത് ആക്റ്റീവ് അല്ല. ഇത് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാമ്പാണ്. നൊക്ടേണലാണ്, ഇത് രാത്രിയാണിത് കൂടുതലും പുറത്തിറങ്ങുന്നത്, ശംഖുവരയൻ എന്ന് പറയുന്ന പാമ്പ്.
അപ്പോൾ ഇവർ മൂർഖനും അണലിയും പിന്നെ ഈ കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന ശംഖുവരേനും ഒക്കെ അതിൻ്റെ വെനം വളരെ ടോക്സിക് ആയിട്ടുള്ള, പക്ഷേ മൂർഖനേക്കാൾ വിഷമാണ് ആർക്ക്, അണലിക്കും. അതുപോലെ കോമൺ ക്രൈറ്റും അതുപോലെയാണ്. അപ്പോൾ ഇവരെ മാത്രം നമ്മൾ ശരിക്കും പേടിച്ചാൽ മതി എന്നുള്ളതാണ്. ശരിക്കും ഈ ഇപ്പം 8 അടി മൂർഖൻ എന്ന് പറയുമ്പം 8 അടി വെക്കുന്ന സമയം നമുക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണോ? അത്രേ ഉള്ളൂ നമുക്ക് സമയം? പണ്ടിങ്ങനെ പറയും, നമ്മൾ എന്തുവാണ് 8 അടി വീരം കഴിച്ചാൽ 7 അടി നടന്നിട്ട് പിന്നെ ഓട്ടോയിൽ കയറി പോകണം പറയാറുണ്ട് നമ്മളിങ്ങനെ കേൾക്കും പണ്ടൊക്കെ. പക്ഷെ അത് പറയുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു അണലി അല്ലെങ്കിൽ ഒരു മൂർഖൻ പാമ്പ് നമുക്കൊരു ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പം അണലിയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പല്ലുള്ളത് അണലിക്ക, നല്ല നീളമാണ് അണലിയുടെ പല്ലെന്ന് പറയുന്നത്. അപ്പം മൂർഖൻ പാമ്പും അതുപോലെ തന്നെയാണ്. കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്കൊരു ബൈറ്റിൻ്റെ ഒരു വേദന അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കടി കിട്ടിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ആ ഭാഗത്തൊരു നീർവീക്കം ഉണ്ടാവും, കളർ ചേഞ്ച് ഉണ്ടാവും. നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പട്ടിയെ കടിച്ചാൽ പോലും നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ആ ഭാഗം ഇങ്ങനെ പച്ച കളർ അല്ലെങ്കിൽ നീല കളറിൽ കിടക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ ചേഞ്ച് ഉണ്ടാവും. പിന്നീട് നമുക്ക് ബോഡി കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വോമിറ്റിംഗ്, ഛർദ്ദിക്കാൻ വരും, പിന്നെ അൺകോൺഷ്യസ് ആവും, ബോധം നഷ്ടപ്പെടും, അങ്ങനെയാണ്. പക്ഷേ ക്രൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റിൻ്റെ ഏറ്റവും കുഞ്ഞു പല്ലുള്ള പാമ്പാണ് ക്രൈറ്റ്. വളരെ ചെറിയ പല്ലാണ്. ഇത് കടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, ഇതിൻ്റെ ബൈറ്റ് ഉണ്ടായാലും നമ്മൾ അറിയില്ല. അപ്പോൾ ആ കുഞ്ഞിന് സംഭവിച്ചത് പോലും അത് ഉറക്കത്തിലായിരുന്നു, ആ ഉറക്കത്തിലാണ് ബൈറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഉറക്കത്തിൽ തന്നെയാണ് അതിൻ്റെ ഇത് വന്നത്. അപ്പം അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത്, അത് അറിയാൻ പറ്റൂല എന്നുള്ളതാണ്. അത്രയ്ക്കും വേദന എടുക്കൂല, പിന്നെ ഇതുപോലെയുള്ള ലക്ഷണങ്ങളൊന്നും അധികം കാണിക്കില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് സ്റ്റേജിലാണ് കുഞ്ഞിൻ്റെ വായിന്ന് ഇങ്ങനെ നൊരേമ്പതയും വന്നു, അങ്ങനെയാണ് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഏറ്റവും ഫൈനൽ സ്റ്റേജ് ആയി, അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ 4 മുതൽ 8 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കാം, നമ്മൾ അറിയില്ല. നമ്മളിപ്പോൾ ലൈവായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് ആൻറ്റിവെനം ചെയ്യാം, ക്രൈറ്റിൻ്റെ ബൈറ്റിൽ ആൻറ്റിവെനം ചെയ്യാം, രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷേ ഇതാണ് പ്രശ്നം, അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ കാണണം, കണ്ടാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. ബൈറ്റ് മാർക്ക് തന്നെ വളരെ ചെറുതായിരിക്കും, നമ്മൾ അത്രയും സൂക്ഷ്മമായി നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബൈറ്റ് മാർക്ക് കാണുന്നത്. അണലിയുടെയൊക്കെ ബൈറ്റ് മാർക്ക് നല്ലോണം അറിയാൻ പറ്റും. അതെ, ഇപ്പൊ മൂർഖന്റെയും അണലിയുടെയും ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 8 hours ഒക്കെ ഒരു ടൈം. ഇതെല്ലാം പ്രശ്നമാണ്. ഇവരുടെ എല്ലാം വെനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അത്രയും ടോക്സിക് ആയിട്ടുള്ള വെനമാണ്. അപ്പോൾ ഇതുപോലെ മൂർഖനായാലും അണലി ആയാലും, അണലിയുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് താമസിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ഭാഗം മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടാവും. അതെ, അപ്പോൾ അതും എല്ലാം ഇതുപോലെ എത്രയും വേഗം ആൻറ്റിവെനം ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് സമയം താമസിക്കും തോറും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് കൂടിക്കൊണ്ടിരിക്കും. അതെ അതെ. ഈ നമ്മൾ അതായത് ചില ഇത് പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്, അതായത് ഇന്ന സാധനം എന്തോ കുപ്പിയോടെ തന്നെ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ, റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, മണ്ണിനടിയിലോട്ട് കുഴിച്ച് അത് ഓപ്പൺ ആക്കി കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് അത് വഴി വരില്ല. അതൊക്കെ ശരിയാണോ? അതുപോലെ തന്നെ വെളുത്തുള്ളി എന്തോ അങ്ങനെയൊക്കെ പറയുമല്ലോ നാട്ട് ഇതൊക്കെ, അത് എന്തെങ്കിലും കാര്യമുണ്ടോ? പാമ്പിന് ഗന്ധം അറിയാനുള്ള കഴിവില്ല. പാമ്പ് എന്തുവാണ്, അതിന് മൂക്കുണ്ട്, ശ്വസിക്കാനാണ് മൂക്കുള്ളത്, അല്ലാതെ ഗന്ധം എടുക്കാനുള്ള കഴിവ് പാമ്പിനില്ല. അപ്പോൾ ഞാനും ഇടയ്ക്കൊരു കടയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഈ സാധനം ഇരിപ്പുണ്ടായിരുന്നു, ഈ പറഞ്ഞ ഒരു ബോട്ടിൽ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ചോദിച്ചു ഇതെന്തുവാണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു തന്നു, ഇതെങ്ങനെയാണ് ഇതിൻ്റെ എന്തുവാണ്, അതിൻ്റെ അടപ്പിലുള്ള ആ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റിയിട്ട് പറമ്പിൽ എവിടെയെങ്കിലും അതിൻ്റെ കഴുത്ത് വരെ കുഴിച്ചിട്ടിട്ടാ വച്ചിരുന്നാൽ എന്താണ് പാമ്പ് അതുവഴി പാസ് ചെയ്യില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ എന്താണ് അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം പാമ്പിന് അതിനെ മണമെടുക്കാനുള്ള കഴിവില്ല. പാമ്പ് സുഖമായിട്ട് അതിൻ്റെ പുറത്തൂടെ അഴിഞ്ഞു പോകും. അതൊരു തെറ്റായ ധാരണയാണ്, ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഉള്ള ധാരണയാണ്. അത് വളരെ തെറ്റാണ്. മണ്ണെണ്ണ ഒഴിച്ചാൽ ഇപ്പോൾ മണ്ണെണ്ണ, വെളുത്തുള്ളി ചതച്ചത്, പെട്രോൾ, ഇതൊക്കെ ഒരു അസിഡിക് സ്വഭാവമുള്ള കുറച്ച് ലിക്വിഡ്സാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ വീണാൽ നമുക്കും പൊള്ളലുണ്ടാക്കും. ആസിഡ് വീണാൽ നമ്മുടെ ശരീരം പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് പാമ്പ്. അതിൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അതിൻ്റെ ശരീരത്തിൽ വീണാൽ, അതിപ്പോൾ ഒരു മാളത്തിനകത്തിരിക്കുമ്പോൾ കുറേ മണ്ണെണ്ണ കൊണ്ടുവന്ന് അതിൻ്റെ തലയിൽ കൂടി അകത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ സ്വാഭാവികമായും അത് ചിലപ്പോൾ പുറത്ത് ചാടും. ആ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ചിലപ്പോൾ അത് പുറത്ത് ചാടും, ഇല്ലെങ്കിൽ അതിനകത്തിരുന്നത് ചത്തുപോകും. അല്ലാതെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെളുത്തുള്ളി ചതച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടി പാമ്പ് പിന്നെ വരില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഉറപ്പായിട്ടും പാമ്പ് വരും, അതിന് യാതൊരു സംശയവുമില്ല. അത് 100% അതിന് ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ഞാനിപ്പോൾ ഒരാഴ്ച ആയില്ലാന്ന് തോന്നുന്നു, ഒരു വീട്ടിൽ ഒരു ചേര ഇരിക്കുന്നു എന്ന് പറഞ്ഞു അടുക്കളയിൽ. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അടുക്കളയിലോട്ട് കയറാൻ വയ്യ. അടുക്കള മൊത്തം വെളുത്തുള്ളി മയമാണ്, പെട്രോളുണ്ട്, അത് എല്ലാം ഉണ്ട്. അവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. പക്ഷെ ചേര അതിനകത്ത് തന്നെ ഉണ്ട്. അത് അതിൻ്റെ പുറത്തുകൂടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്രാളം കൊണ്ട് ഓടുവാണ് ആ ചേര. അതിൻ്റെ പുറത്തുകൂടി അത് ഓടുവാണ്.
അല്ലാതെ അത് ഇതിന്റെ മണം അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാ ദിവസവും ഈ മണ്ണെണ്ണയുടെ സ്മെല്ലൊക്കെ എത്ര സമയം നിൽക്കും? ചെറിയ സമയം മാത്രമേ നിൽക്കും. എല്ലാ ദിവസവും രാവിലെയും എന്താ പറയുക മണിക്കൂറുകളുടെ ഇടവിട്ട് നമുക്ക് ഈ മണ്ണെണ്ണ നമ്മുടെ വീടിന് ചുറ്റും ഇങ്ങനെ സ്പ്രേ ചെയ്ത് നടക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതൊന്നും ഒരിക്കലും ലോജിക്കായിട്ടുള്ളൊരു സംഭവമല്ല. അതുകൊണ്ട് പാമ്പ് വരാതിരിക്കാൻ മണ്ണെണ്ണയും പെട്രോളും ഒക്കെ വെളുത്തുള്ളിയും ഒക്കെ ചെയ്യുന്നത് എന്തുവാണ്, അത് സത്യത്തിന് നിരക്കാത്ത കാര്യമാണ്. അങ്ങനെ സംഭവിക്കില്ല, അത് വരും, ഉറപ്പായിട്ട് വരും. ശരിക്കും നമ്മുടെ ഇപ്പോൾ സിറ്റി ഏരിയയിലൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയൊക്കെ പാമ്പുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചില ഏരിയാസൊക്കെ നോക്കുമ്പോൾ ഫുള്ളി അതായത് സിമെൻ്റ് ആയിരിക്കാം, സിമെൻറ്റ് അല്ലെങ്കിൽ തറയോടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഒരു മണ്ണിനൊരു ഗ്യാപ്പ് പോലും എവിടെയും കാണുന്നില്ല. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് ഒരുപാട് ഇതുപോലെ ട്രാവൽ ചെയ്ത് വീടുകളിലോട്ട് വരും. അത് അതിൻ്റെ മാളം മീൻസ് ഇപ്പോൾ എലിയുടെ നെറ്റ്വർക്കാണ് പാമ്പിൻ്റെ മാളം എന്ന് പറയുന്നത്. അല്ലാതെ പാമ്പ് സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കാറില്ല. എലിയുടെ മാളങ്ങളിലാണ് അവർ താമസിക്കുന്നത്. പിന്നെ കല്ലുകെട്ട്, കൂടുതലും കല്ലുകെട്ടിനകത്താണ്. നമ്മുടെയൊക്കെ മതിലിൻ്റെ അടിയിലുള്ള DR അടുക്ക് കെട്ടുകളുണ്ട്. അത് സിമെന്റ് വെച്ച് ക്ലോസ് ചെയ്യുന്ന അടുക്കല്ല, ഇത് വെറുതെ അവരിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സ്പേസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും പിന്നെ ഈ പറയുന്ന എലിമാളങ്ങളിലുമാണ്. അപ്പോൾ എലിയുടെ മണ്ണിൻ്റെ അടിയിലെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമാണ്. നമ്മൾ ഇവിടെ ഒരു സൈഡ് കുഴിച്ച് പോയി കഴിഞ്ഞാൽ അത് പല വഴിക്ക് പല സൈഡിൽ കൂടി പല കിലോമീറ്ററുകൾ അപ്പുറത്തായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അമ്മാതിരി ആയിരിക്കും അതിൻ്റെ അടിയിലുള്ള ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഇതിൽ കൂടി എല്ലാം പാമ്പ് പോവും. അവർ ഇതുവഴി കയറി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്തൊരു ആയിരിക്കും എൻ്റെ നെക്സ്റ്റ് പുറത്തിറങ്ങാൻ പറ്റുന്ന സ്ഥലം അങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ മാളങ്ങളൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ അങ്ങനെ പാമ്പിനെയൊന്നും ഇതിനകത്തൂടെ കയറി പോയി എന്ന് പറയും. നമ്മൾ പോയി കുറേയൊക്കെ വെട്ടിക്കുഴിച്ചൊക്കെ നോക്കും, പക്ഷെ കിട്ടൂല. അതിന് കാരണം ഇതാണ്, അത് നെക്സ്റ്റ് വേറൊരു സ്ഥലം വഴി അത് ഇറങ്ങിപ്പോവും. എലി എന്തായാലും തുറക്കുന്ന സ്ഥലം അതിന് തിരിച്ചിറങ്ങി പോകണമല്ലോ. അത് വന്ന വഴി വേണമെങ്കിലും പോകാൻ പറ്റും. അത് അങ്ങോട്ട് കുഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്ന വഴി പോകുമായിരിക്കും, അല്ലെങ്കിൽ അത് വേറെ സ്ഥലത്തുകൂടി നെറ്റ്വർക്ക് ഉണ്ടാക്കി അത് ഇറങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വേറെ ഏതെങ്കിലും വഴി കൂടി ഇറങ്ങി വരും. അപ്പം നമുക്ക് അതിനിപ്പോൾ സിമെൻറ്റിൽ കൂടെ ഇഴഞ്ഞു വരുന്നതിനോ ടൈലിൽ കൂടെ വരുന്നതിനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത അതിന് ഗ്രിപ്പ് കിട്ടുന്ന എല്ലായിടത്തൂടെ ഇഴഞ്ഞു പോകും. ശരിക്കും ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. അതായത് വലിയൊരു ഇതാണ് അപ്പാർട്ട്മെന്റ്, ഫ്ലാറ്റാണ്. അപ്പോൾ ആ ഫ്ലാറ്റിന്റെ ഏകദേശം ഒരു 5ാമത്തെ നിലയിലൊക്കെ ഈ അതിൽ കൂടെ ഇതിങ്ങനെ പോകുന്നു. അങ്ങനെ അത് ഹോൾഡ് ചെയ്ത് പൈപ്പിൽ കൂടെ ഒക്കെ ആണെങ്കിൽ വാല് വെച്ച് ചുറ്റി ഹോൾഡ് ചെയ്ത് കയറാം. അതിന് ഗ്രിപ്പുള്ള ഭിത്തിയിൽ പോലും കയറാൻ പറ്റും. പറ്റും, ഉറപ്പായിട്ട് കയറും. നമ്മുടെ ഈ എയർ ഹോളിലൊക്കെ കൂടി കയറാം. അപ്പോൾ ഇപ്പോൾ ആ പാമ്പ് തന്നെ കണ്ടില്ലേ, AC-ക്കകത്ത് കയറിയത് എങ്ങനെയാണത്? മുകളിൽ ഇതുവഴിയാണല്ലോ കയറുന്നത്, അല്ലെങ്കിൽ മരത്തിൽ നിന്ന് വീണിട്ട് ചുവര് വഴിയിട്ട് കയറുന്നതാണ്. ഉറപ്പായിട്ടും കയറാൻ പറ്റും. അതെ. അപ്പോൾ ഈ പാമ്പ് പിടിക്കാൻ വേണ്ടി ഒരുപാട് പോയിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാമ്പ് പിടിച്ചു തുടങ്ങുന്നത് ഏതൊരു ടൈം മുതലാണ്, എത്ര നാളായിട്ട്? 17 വനം വകുപ്പിൽ വരുന്നത്. 19 ലൈസൻസ് കൊടുക്കുന്നത്. 19 അവസാനമാണ് വനം വകുപ്പ് ലൈസൻസ് കൊടുക്കുന്നത് പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ. ആ സമയത്താണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അന്ന് ലൈസൻസ് കിട്ടി. പിന്നെ അധികം അങ്ങനെ എപ്പോൾ റെസ്ക്യൂവിന് പോയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നീട് ഞാൻ റാപ്പിഡ് റെസ്പോൺസ് ടീമിലേക്ക് വരുന്നത് 21 അപ്പോഴും മുതലാണ് കൂടുതലായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അതിന് ശേഷമാണ്. കാരണം ഞാൻ ദ്രുതകർമ്മ സേന എന്ന് പറയും, നമ്മുടെ വന്യജീവികൾ, വൈൽഡ് ആനിമൽസ്, വനത്തിന് പുറത്തിറങ്ങുന്നവരെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് വനത്തിൽ തിരിച്ചു കൊണ്ടുവിടുന്ന, സേഫാക്കി കൊണ്ടുവിടുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത്, നമ്മുടെ ദ്രുതകർമ്മ സേനയുടെ. അപ്പോൾ ആ ടീമിലാണ് ഞാനുള്ളത്. അപ്പോൾ അതിൽ വന്നതിന് ശേഷമാണ് കൂടുതലും പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, എന്തായാലും നമുക്കൊരു കോളർ ഉണ്ട്, സംസാരിക്കാം. ഹലോ. ഹലോ ഹലോ, നമസ്കാരം. ഇത് ആരാണ്? എന്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ് കേരള കണക്റ്റിലേക്ക് സ്വാഗതം. മാഡത്തിനോട് സംസാരിച്ചോളൂ. ഹലോ മാഡം, ഞാൻ വിളിച്ചതേ നമ്മുടെ വീട്ടില് ഇത്തിരി ഉള്ളിലോട്ടൊക്കെയാണ് വീട്ടിലെ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ അവിടെ ഈ നമ്മളീ പക്ഷികളൊക്കെ വളർത്തുന്നുണ്ട് വീട്ടിലെ, ലവ് ബേർഡ്സും കാര്യങ്ങളും. മിക്കവാറും ദിവസങ്ങളിൽ ചേരയൊക്കെ വരാറുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇനി ഈ ചൂടൊക്കെ ആകുമ്പോ പാമ്പോ അങ്ങനെ വരാൻ ചാൻസുകളുണ്ടോ, അതെ സൂക്ഷിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതായിരുന്നു. അതെ, അത് വരും. കാരണം നമ്മൾ പക്ഷികളെ വളർത്തുന്ന വീട്ടിൽ ഉറപ്പായിട്ടും ചേരയും മൂർഖൻ പാമ്പും, ഇവർ രണ്ടുമാണ് അവരുടെ വില്ലൻ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും വരാറുണ്ട്. എനിക്കൊന്ന് കൂടുതലും ചേരയാണ്, എന്നാലും മൂർഖൻ പാമ്പും വരാറുണ്ട്. കോഴിമുട്ട എടുക്കാൻ വരുന്നതും മൂർഖൻ പാമ്പാണ്. കോഴിക്കൂടിനകത്തു നിന്നൊക്കെ ഒത്തിരി എണ്ണം നമ്മൾ റെസ്ക്യൂ ചെയ്യാറുണ്ട്. അതുപോലെ കിളിക്കൂട്ടിനകത്ത്, ലവ് ബേർഡ്സിൻ്റെ കൂടിനകത്ത്, തത്തയുടെ കൂടിനകത്തൊക്കെ ചേരയും മൂർഖൻ പാമ്പും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണിത്. ഹൈറ്റിലാണോ വച്ചേക്കുന്നത്? കൂട് ഹൈറ്റിലാണോ വച്ചേക്കുന്നത്? അത് തറയിലാണോ? കൂട് വച്ചേക്കുന്നത് ഹൈറ്റിലാണോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. എനിക്ക് കുഴപ്പമില്ല, കേൾക്കുമല്ലോ.
ഹൈറ്റിലാണ് കൂട് വച്ചേക്കുന്നത് എങ്കിൽ നമ്മൾ ചിലപ്പോൾ സാധാ കമ്പിയിലൊക്കെ വെച്ചിട്ടായിരിക്കും കൂട് വയ്ക്കുന്നത്. അങ്ങനെ ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ നെറ്റിടും. ഈ മുകളിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി കൂടിൻ്റെ ചുറ്റും നെറ്റ് കെട്ടാറുണ്ട് ആൾക്കാർ. ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇത് കയറി ഇത് മീൻസ് ചെറിയ ഇതായിരിക്കും നെറ്റിൻ്റെ അഴിയെന്ന് പറയുന്നത് ചെറുതായിരിക്കും. അപ്പോൾ കൂടുതൽ ഈ പാമ്പിന് തല അകത്ത് കയറി കഴിഞ്ഞാൽ ഇവർ അകത്ത് ബോഡിയും കൂടെ അകത്തങ്ങ് കയറും. പക്ഷേ ഇതിനകത്ത് കയറി വിഴുങ്ങി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് അതുവഴി തിരിച്ചിറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് അതിനകത്ത് ട്രാപ്പായി പോകുന്നത്. ചേരയും പാമ്പും എല്ലാം അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ ഇതുപോലെ വിളിക്കുന്നത്, ഇതിനകത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെറിയ നെറ്റുണ്ട്, നമ്മുടെ ഈ മീൻവല പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ കൊതുകിനെയൊക്കെ ഉള്ള നെറ്റുണ്ടല്ലോ, മൊസ്കിറ്റോ നെറ്റ്, അതുപോലെയുള്ള നെറ്റ് വാങ്ങിയിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിടുക എന്നുള്ളത് മാത്രമേ മാർഗമായിട്ടുള്ളൂ. കിളിയെ പിടിക്കാനും മുട്ടയെടുക്കാനും വേണ്ടി വരാറുണ്ട്. അതുപോലെ കോഴിക്കോടിനകത്തും അതും വലിയ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം മുട്ടയെടുക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ചെന്ന് കൈയിടുമ്പോൾ അതിനകത്ത് പാമ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ബൈറ്റ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ കോട്ടയത്ത് നിന്ന് സൗമ്യയാണ് വിളിക്കുന്നത്. സൗമ്യ. ഓക്കെ സൗമ്യ, ചോദിച്ചോളൂ. മേഡം, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വീട്ടില് പരിസരങ്ങളിലൊക്കെ ചെടികളൊക്കെ നട്ടു വളർത്തുമല്ലോ, അപ്പൊ അതിന് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കണം. ഇപ്പൊ വേനൽക്കാലം ആവുമ്പോൾ ഈ പാമ്പുകളൊക്കെ അതിന്റെ സൈഡിലെ ചെടിച്ചട്ടിയുടെ ചെവിടിലൊക്കെ വന്നിരിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനെന്താ ഒരു പരിഹാര മാർഗം ഉള്ളത്? അതിന് പരിഹാരം ഒന്നുമില്ല. അതെന്തോ പരിഹാരം മീൻസ് നമ്മുടെ വീടിനോട് ചേർന്ന് നമ്മൾ ചെടി വയ്ക്കാറുണ്ട്, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കാറുണ്ട്. ഇതിലെപ്പോഴും നനവുണ്ടാവും. അപ്പോൾ ഈ ചൂട് സമയത്ത് ഈ നനവുള്ള സ്ഥലത്ത് പാമ്പിനിരിക്കാൻ താല്പര്യമായതുകൊണ്ട് അവർ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് തറയിൽ ചെടികളിങ്ങനെ എന്തുകൊണ്ട് ചട്ടികൾ അടുക്കി വയ്ക്കാതെ ചെറിയ കമ്പി വല്ലതും സ്റ്റാൻഡ് പോലെയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദൂരെയായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇത് പോയി നമ്മൾ ഇതിൽ നിന്ന് ഇലകളൊക്കെ പറക്കി കളയുമ്പോഴോ ഒക്കെ അടുത്ത് പോയി നിൽക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഉറപ്പായിട്ടും ഈ നനവുള്ള ഭാഗങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വീടിനോട് ചേർന്നിട്ട് പുല്ലൊക്കെ വളർന്ന് കിടക്കുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി ഇടണം. ചെറിയ മാളങ്ങൾ, എലിയുടെ മാളങ്ങളോ കല്ലുകെട്ടാണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ചെറിയ ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ച് വെച്ച് കഴിഞ്ഞാലും കയറി വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് എലി വരും. എലി വന്നു കഴിഞ്ഞാൽ എലിയുടെ പുറകിൽ പാമ്പ് വരും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് വേസ്റ്റ് ഒന്നും ഡംപ് ചെയ്യാതെ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ, നമ്മുടെ വീടും അതിന് ചുറ്റുമുള്ള പരിസരവും വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ പാമ്പ് വരുന്നത് നമുക്ക് ഒന്നുമില്ലെങ്കിലും പെട്ടെന്ന് കാണാനെങ്കിലും പറ്റും. അതിനൊരു ഷെൽട്ടർ നമ്മൾ കൊടുക്കരുത്. അത് വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കരുത്. ഒരുപാട് തുറസായ സ്ഥലത്ത് അത് അങ്ങനെ വന്നിരിക്കില്ല. ഏതെങ്കിലും ഒരു മൂലയിൽ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയുടെ ഇടയിൽ അങ്ങനെയുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ചെടിച്ചട്ടിയുടെ അകത്ത്, അങ്ങനെയുള്ള സ്ഥലത്ത് അതിന് സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് മാത്രമേ അതിരിക്കുകയുള്ളൂ. അല്ലാതെ ഇച്ചിരി നല്ലതായിട്ട് കിടക്കുന്ന സ്ഥലത്ത് വന്ന് വെറുതെ ഇങ്ങനെ നീണ്ട് അങ്ങനെയങ്ങ് കിടക്കുകയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഒഴിവാക്കി കൊടുത്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. കാറ്റ്ഗ്ലോ പോലുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ, വള്ളിച്ചെടികൾ, നമ്മൾ വീടിന്റെ സൈഡിലൊക്കെ വള്ളി കയറ്റി, അതും ഒരു പ്രശ്നമാണ്. അതെ, അത് നമുക്ക് വീടിനോട് ചേർന്ന് നമ്മളിപ്പോൾ ഈ മീൻസ് ക്രീപ്പേഴ്സൊക്കെ അല്ലെങ്കിൽ ബൊഗൈൻ വില്ലയൊക്കെ നമ്മൾ വീട്ടിലോട് ചേർന്നൊക്കെ വളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ വീടിൻ്റെ മുകളിലെ ടെറസിൽ കൂടെയൊക്കെ വളർത്തി വിടുന്നുണ്ട്. പക്ഷേ ഇതുവഴി എല്ലാം കയറി വരാനുള്ളത് സാഹചര്യം വളരെ കൂടുതലാണ്. തണലുള്ളതൊക്കെ ആണെങ്കിൽ അതിൽ തന്നെ വന്നിരിക്കാം, അതുവഴി വീടിന് മുകളിൽ ഇറങ്ങാം. പിന്നെ ലോണൊക്കെ ഉണ്ടല്ലോ, വീടിന് മുറ്റത്ത് ലോണൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാലും മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുമ്പോഴെല്ലാം ഒന്ന് നോക്കണം, ഇങ്ങനെ ഇതുപോലെയുള്ള ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ, അതിന് കയറിയിരിക്കാനുള്ള സൗകര്യം ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇതിനെ പേടിച്ച് നമുക്കിതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഒരു ശ്രദ്ധ, നമ്മുടെ ഒരു നിരീക്ഷണം വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. താങ്ക്സ് ഫോർ കോളിംഗ്. ഇനി കേരള കണക്റ്റിൽ ചെറിയൊരു ബ്രേക്കാണ്, ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കേരള കണക്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് മാം ഈ ഒരു ഫീൽഡിലോട്ട് വന്ന ഒരു എക്സ്പീരിയൻസിനെ പറ്റിയാണ്. അതായത് ഈ ഫസ്റ്റ് ആദ്യമായിട്ട് പാമ്പ് പിടിക്കാൻ പോയപ്പോൾ ശരിക്കും ഒരുപാട് പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഞാൻ മൂർഖമാമിനെയൊക്കെ കാണുന്നത് ശരിക്കും ഈ ഒരു മീൻസ് നമ്മുടെ ഒരു ട്രെയിനിങ് സമയത്താണ്
അത്രയും അടുത്ത് ലൈവായിട്ട് കാണുന്നത് അപ്പോഴാണ്. ആദ്യമായിട്ട് ഞാൻ എന്തുവാണ് റെസ്ക്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ പിടിക്കുന്നത് മൂർഖമാമിനെയാണ്. ആദ്യം മീൻസ് നമുക്കവിടെ ട്രെയിനിങ് തരുന്ന സമയത്ത് ഞാൻ റെസ്ക്യൂ ചെയ്യുന്നത് മൂർഖമാമിനെയാണ്. പിന്നീട് ഫീൽഡിൽ നിന്ന് അതിന് ശേഷം പോയി ആദ്യമായിട്ട് പിടിച്ചതൊരു പൈത്തണായിരുന്നു. എന്തുവാ പെരുമ്പാമ്പെന്ന് പറയുന്ന പാമ്പ്. അതൊരു കോഴിക്കൂടിനകത്തൊരു കോഴിയെ വിഴുങ്ങിയിട്ടിരുന്നു. അങ്ങനെ അന്ന് ആദ്യമായിട്ട് ഞാൻ ഫീൽഡിൽ നിന്ന് പിടിക്കുന്നത് പെരുമ്പാമ്പിനെയാണ്. പിന്നെ ഒരു മൂർഖമാമ്പ് എൻ്റെ വീടിനടുത്തൊരു സ്ഥലത്ത് നിന്ന് തന്നെ. അന്നൊക്കെ എങ്ങനെ അത്രയും ധൈര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ഡൗട്ടാണ്. അതൊരു ദിവസം രാത്രിയായിരുന്നു. അന്ന് വിളിച്ചപ്പോൾ ശരിക്കും അതിന് മുമ്പ് ഞാൻ മൂർഖനെ പിടിച്ചിട്ടില്ല. ഞാൻ ഈ ട്രെയിനിങ് സമയത്ത് മാത്രം പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങ് പോയി അങ്ങ് റെസ്ക്യൂ ചെയ്തതാണ്. പിന്നീട് അതിനുശേഷം പിന്നെ കുഴപ്പമില്ല, കൊള്ളാം, നല്ല പരിപാടിയാണെന്ന് തോന്നി. നമുക്ക് പറ്റുമെന്ന് മനസ്സിലായാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നീട് പാമ്പുകളെ ഒരുപാട് റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം 1000-ലധികം പാമ്പുകൾ, നോൺ വെനമസ് ആയിട്ടുള്ളതും സ്നേക്സിനെ റെസ്ക്യൂ ചെയ്തു. അതിൽ ഒരു രാജവെമ്പാല, 187 പെരുമ്പാമ്പ്, ബാക്കി എല്ലാം കൂടി ഉണ്ട്. പക്ഷെ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, പണ്ട് ഈ പാമ്പിനെ കണ്ട് പേടിച്ചിരുന്ന അല്ലെങ്കിൽ അടുത്തോട്ട് പോവാത്ത ഒരാളായിരുന്നോ? അല്ല അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ പാമ്പിനെ ഞാൻ നീർക്കോലിയെ കണ്ടിട്ടുണ്ട്, ചേരയെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂവിൽ പോകുമ്പോൾ ആണ് അല്ലാതെ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ നാട്ടിൻപുറത്തുള്ള ഒരാളാണ്. നമ്മുടെ അവിടെ നിന്നും അങ്ങനെ മൂർഖമാമിനെ ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. അതാണ് സത്യം. ഒരുപാട് അതെ, പണ്ടൊന്നും ഇത്രത്തോളം ഒരു ഇത് ഉണ്ടായിരുന്നിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളങ്ങനെ എപ്പോഴും ഇപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇങ്ങനെ മൂർഖമാമിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ വിളിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, നമ്മളിന്ന് വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പാമ്പിനെ കാണാറില്ലല്ലോ എന്ന്. പണ്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല, ശരിക്കും സത്യമാണ്. ഞാനങ്ങനെ മൂർഖമാമ്പ് പത്തി വിളർത്തി നിൽക്കുന്നതൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡ് പറയും, പിന്നെ നീ പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഈ പെരുമ്പാമ്പെന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ എൻ്റെ 42 വയസ്സിനിടയ്ക്ക് കാണുന്നതെന്ന് പറയുമായിരുന്നു. കാരണം നമ്മൾ മലമ്പാമ്പൊന്നും നമ്മൾ കാണുന്നുണ്ടോ? ഇത് ഇപ്പോൾ എല്ലാ ദിവസവും 2-3 എണ്ണത്തിനെയൊക്കെയാണ് ഞാൻ റെസ്ക്യൂ ചെയ്യുന്നത്. മലമ്പാമ്പ് നമ്മുടെ മലയോര മേഖലകളിൽ ഇഷ്ടംപോലെ ഉണ്ട് പെരുമ്പാമ്പെന്ന് പറയുന്നത്. അത് പെരുമ്പാമ്പ് പക്ഷെ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത്, നമുക്കത് തിരിച്ചു വരാം. നമുക്കൊരു കോളർ ഉണ്ട്. നമസ്കാരം, കേരള കണക്കിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ഞാൻ സൂരജാണ്, കോട്ടയത്ത്. സൂരജ്, ഓക്കെ. സൂരജ് സംസാരിച്ചോളൂ മാമിന്റെ അടുത്ത്. ഓക്കെ, പിന്നെ വിളിച്ചത് നമുക്കൊരു പൊതുവെ കേൾക്കുന്നതാണ്, നമ്മൾ ഈ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണടിക്കുമ്പോഴത്തേന് അതിനകത്ത് നിറച്ചും കൊണ്ടുവരുന്ന മണ്ണിനകത്ത് നിറച്ചും ഈ മൂർഖന്റെ മുട്ടയായിരിക്കും. വീട് പണിക്കൊക്കെ നമ്മളിപ്പം ഇടുമ്പോഴത്തേനെ അത് നാളുകൾ കഴിയുമ്പോഴത്തേനും മുട്ട വിരിഞ്ഞ് മണ്ണിനടിയുന്നതാണെങ്കിലും മൂർഖൻ കുഞ്ഞ് കയറി വരും എന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ ഉള്ളതാണോ? അങ്ങനെയില്ല. നമുക്ക് എന്തുവാണ് പാമ്പുകൾ പ്രജനന കാലം എന്ന് പറയുന്നത്, അവരുടെ മേറ്റിംഗ് സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ മുതലാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ സമയത്താണ് മേറ്റിംഗ് സീസൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞൊരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ സമയത്ത് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് എന്തുവാണ് മുട്ടയിടും. ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരിയൊക്കെ ആകുമ്പോൾ മുട്ടയിടും. മെയ് ജൂണാണ് നമ്മുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരുന്നത്. ഈ മുട്ട എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ടിട്ടാലൊന്നും വിരിയൊന്നുമില്ല. അവർ അതിൻ്റേതായൊരു പ്രത്യേക രീതിയിലാണ് ആ ചൂടും തണുപ്പും ഇതെല്ലാം കൂടിയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് മുട്ടയിടുന്നത്. മുട്ട നമ്മൾ തന്നെ എടുത്തുകൊണ്ട് വച്ച് കഴിഞ്ഞാൽ ഇത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരണമെന്നൊന്നുമില്ല. അപ്പം വെറുതെ ഇങ്ങനെ മണ്ണ് കോരിക്കൊണ്ടുവന്ന് അലക്ഷ്യമായി കൊണ്ടിട്ടാലൊക്കെ മുട്ട വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് മുട്ട വിരിയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ശതമാനം വളരെ കുറവാണ്. എല്ലാ മുട്ടയും അതുപോലെ വിരിഞ്ഞ് വരണം എന്നില്ല. അതുകൊണ്ട് അങ്ങനെ മണ്ണ് വാരിക്കൊണ്ടിടുമ്പോൾ അല്ലെങ്കിൽ മുട്ടയൊക്കെ ചീത്തയായി പോകില്ലേ, നമ്മളങ്ങനെ കൊണ്ട് ഇടുമ്പോഴൊക്കെ അത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത്രയും സേഫായിട്ട് മുട്ട വിരിയാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിരിഞ്ഞ് വരാം. ഇത് മണ്ണിൻ്റെ ഹോളിനകത്തൊക്കെയാണല്ലോ ഇത് മുട്ടയിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ കൂടുകൂട്ടി മുട്ടയിടുന്നത് രാജവെമ്പാലയാണ്. ബാക്കി എല്ലാ പാമ്പുകളും മാളങ്ങളിലാണ് മുട്ടയിടുന്നത്. മുട്ടയിട്ട് ഇവരാരും അങ്ങനെ അടയിരുന്ന് വിരിയിക്കുന്ന ആൾക്കാരല്ല. മുട്ടയിട്ടിട്ട് അത് പോകും അതിൻ്റെ വഴിക്ക്. പിന്നീടാണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടിട്ടിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരണം എന്നുള്ളത് നമുക്ക് 100% അങ്ങനെ ഉണ്ടാവും എന്ന് ഒരിക്കലും പറയുന്നില്ല. ചിലപ്പോൾ ഇതിൽ ചിലതൊക്കെ വേണമെങ്കിൽ വിരിയാം. ആ സാഹചര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിരിയാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ പെരുമ്പാമ്പ്, മലമ്പാമ്പൊക്കെ കൂടുതലായിട്ട് അത് കാരണം എന്ന് പറയുന്നത് മീൻസ് നമ്മുടെ വനത്തിനുള്ളിൽ പോയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെയൊന്നും കാണാനില്ല. നമ്മളിപ്പോൾ വനത്തിനുള്ളിൽ പോയി പെരുമ്പാമ്പിനെയൊന്നും അങ്ങനെ കാണാറില്ല. നാട്ടിൻപുറത്താണ് കൂടുതൽ കാണുന്നത്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ടത് ഫുഡും ഷെൽട്ടറുമാണ്. ആഹാരം വേണം, എവിടെയെങ്കിലും കിടക്കണം.
ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ പറമ്പെല്ലാം ഫുള്ള് കാടാണ്. എല്ലാ സ്ഥലവും ഭയങ്കര കാട് പിടിച്ചാണ് നടക്കുന്നത്. വനത്തിനേക്കാൾ വലിയ കാടാണ് നാട്ടിൻപുറങ്ങളിലുള്ളത്. അത് ഇവർ വസ്തുവൊക്കെ വാങ്ങിയിട്ടിട്ട് സിറ്റിയിലേക്ക് താമസം മാറി പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുറത്ത് പോകുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവർ വസ്തു അങ്ങനെ തന്നെ ഇട്ടേക്കും. ഇത് വേറെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഇത് ഫുള്ള് കാട് കയറി കിടക്കുവാണ്. അപ്പോൾ ഈ വരുന്ന പാമ്പുകൾക്ക് നാട്ടിൻപുറത്ത് ഫുഡ് നല്ലോണം ഉണ്ട്. നമ്മുടെ ഇപ്പോൾ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ മലയോര മേഖലകളിൽ ഈ കോഴി ഫാമുകൾ ഇഷ്ടം പോലെയുണ്ട്, അതുപോലെ പന്നി ഫാമുണ്ട്. പിന്നെ നമ്മുടെ വീടുകളിലെല്ലാം പൂച്ച ഉണ്ടാവും, പട്ടി നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് കാണും, തെരുവ് പട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കാട്ടുപന്നി എന്ന് പറയുന്ന ജീവി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാട്ടിലാണ് കാണുന്നത്. ഈ കാട്ടുപന്നിയും പെരുമ്പാമ്പും പ്രേയും പ്രഡേറ്ററുമാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്ന ആൾക്കാരാണ്. പന്നി പാമ്പിനെയും പിടിക്കും, പാമ്പ് പന്നിയെയും പിടിക്കും. മീൻസ് പെരുമ്പാമ്പ് പന്നിയും പിടിക്കും. അപ്പോൾ ഇതും എവിടെയുണ്ട്? നാട്ടിൻപുറത്തുണ്ട്. അപ്പോൾ എന്താണ്, നല്ല 5 സ്റ്റാർ ഫുഡും നല്ല കിടക്കാൻ നല്ല ഷെൽട്ടറും ഇവിടെയുണ്ട്, നാട്ടിൻപുറത്തും ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് അതിന് ബുദ്ധിമുട്ടുമില്ല. മീൻസ് ഫുഡ് എടുക്കാൻ അതിന് വേറെ കഷ്ടപ്പെട്ട് പോയി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു കോഴിക്കൂട് നോക്കി കൃത്യമായിട്ട് അറിയാം, അതിന് നല്ലോണം അറിയാം. അത് അത്രയ്ക്കും അത് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് അപ്പോൾ ഈ കോഴിക്കൂടൊക്കെ ഉള്ള സ്ഥലത്ത് അത് കൃത്യമായിട്ട് ആ പാമ്പ് വന്നിരിക്കും. അപ്പോൾ ഇത് പെരുമ്പാമ്പിനൊക്കെ ആണെങ്കിൽ കോഴിക്കൂട്ടിൽ കയറുക, ഒരു കോഴിയെ പിടിക്കുക, കിടക്കുക, എന്തുവാണ് എഴഞ്ഞ് പോകാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ അത് എഴഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് അതിന് ഫുഡ് വേണ്ട, എല്ലാ ദിവസവും വേണ്ടല്ലോ ഇവർക്ക് അങ്ങനെ ആഹാരം. അപ്പോൾ ഇത് അടുത്ത് ദഹിച്ച് അടുത്തത് ആവുന്നത് വരെ അതിന് പിന്നെ ഫുഡ് വേണ്ട. അതിന് കിടക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ തോട്, ആറ്, ഇതെല്ലാം നമ്മുടെ ഇവിടെ നനവുള്ള ഇഷ്ടംപോലെ ഇതൊക്കെ എല്ലാം ഉണ്ട്. അതുപോലെ ഇതുപോലെ ഈ ആറ്റിൻ്റെ കരയിലൊക്കെ ഫുള്ള് കാട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ കിടക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും മെനക്കെടാതെ ആഹാരം കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്ന് നമ്മളിതിനെ പിടിച്ച് വനത്തിക്കൊണ്ട് വിട്ടാൽ സ്വാഭാവികമായും എന്ത് ചെയ്യൂല, അതവിടെ കിടക്കില്ല. അവിടെ നിന്ന് ഒരു എലിയെ കിട്ടണമെങ്കിൽ അത് എന്തോരം മെനക്കെടണം. ഒരു വനത്തിനകത്തുനിന്നൊരു ശരിക്കും ഒരു എലിയൊന്നും ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വനത്തിൽ. പിന്നെ ചെറിയ ചെറിയ ജീവികളൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നും കാണാറില്ല. നമ്മൾ ഈ കാട്ടുമുയൽ പോലെയുള്ള കാട്ടുകോഴി ഇതൊക്കെ കുറവാണ്. പണ്ടൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതെല്ലാം കുറവാണ്. അപ്പോൾ അവർ വല്ലപ്പോഴും എന്തുവാണ് ഇങ്ങനെ കാത്തിരുന്നായിരിക്കും എന്തെങ്കിലും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ഇവർക്ക് സുലഭമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ കൊണ്ടുവിട്ടാലും ഈ പെരുമ്പാമ്പൊക്കെ വെള്ളത്തിൽ കൂടിയൊക്കെ വരുന്നതാണ്. അവർക്ക് വെള്ളത്തിൽ ഒരുപാട് സമയം കിടക്കുന്നതാണ് പെരുമ്പാമ്പ്. അപ്പം നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇവർ അതിൽ കൂടിയൊക്കെ വെള്ളത്തിൽ കൂടിയൊക്കെ വന്നിട്ട് വീണ്ടും നാട്ടിൻപുറത്തേക്ക് വരും. മുട്ടയൊക്കെ ഒലിച്ച് വന്നിട്ടുമൊക്കെ വിരിയാൻ സാധ്യതയുണ്ട്. നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ധാരാണ് ഞാൻ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിന്ന്. പേരെന്താണ്? രവിശങ്കർ. രവിശങ്കർ മാമിനോട് സംസാരിച്ചോളൂ. നമസ്കാരം. പറയും. നമ്മുടെ ഈ പാമ്പുകളുടെ ശല്യത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊക്കെ പൊതുവിലുള്ള ഇത്, ഈ പാമ്പിന്റെ ശല്യയുടെ വെളുത്തുള്ളി ചതച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ വീടിന് ചുറ്റും മണ്ണെണ്ണ സ്പ്രേ ചെയ്താൽ ഇത് ശല്യ കാരണം പാമ്പുകൾ അടുക്കത്തില്ല എന്നൊക്കെ ഇങ്ങനൊരു ഇതുണ്ട്, ധാരണയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഭൂരിപക്ഷം പേരും. അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ട്? അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അത് ഇല്ല കേട്ടോ, അത് വെറുതെയാണ് പറയുന്നത്. പാമ്പിൻ്റെ മൂക്കെന്ന് പറയുന്നത് ശ്വസിക്കാൻ വേണ്ടിയാണ്. അതിന് ഗന്ധം നല്ല രീതിയിൽ അറിയാൻ കഴിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് ചുറ്റും പാമ്പുകൾ വരാതിരിക്കാൻ വെളുത്തുള്ളി, മണ്ണെണ്ണയൊന്നും ഇല്ല. ഇപ്പോൾ റേഷൻ കടയിലൊക്കെ മണ്ണെണ്ണ വളരെ കുറച്ചാണ് കിട്ടുന്നത്. അതിനെടുത്ത് വെറുതെ എന്തിനാണ് നമ്മൾ വീടിൻ്റെ ചുറ്റും ഒഴിച്ച് കളയുന്നത്? ഒരു കാര്യവുമില്ല. ആ സമയം കൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ വീടും വീടിന് ചുറ്റുമുള്ള പരിസരവും നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് അനാവശ്യമായിട്ടുള്ള എലികളുടെ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു വെച്ച് എന്തുവാണ് പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ഈ ഫുഡിൻ്റെ വേസ്റ്റൊന്നും വാരിയിടാതെ വിറക്, തൊണ്ട് പോലെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ വീടിനോട് ചേർന്നോ വീടിനടുത്തോ എന്തുവാണ് അടുക്കി നിരത്തിയൊന്നും വയ്ക്കാതെ ഈ ചൂട് സമയത്ത് കുറച്ച് ജാഗ്രതയായി നോക്കിയാൽ മാത്രം മതി. അല്ലാതെ എന്തുവാണ് വെളുത്തുള്ളിയും മണ്ണെണ്ണയും ഒക്കെ ഒഴിച്ച് വെറുതെ സമയം കളയണ്ട. അത് ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല. അത് ഒഴിച്ചിട്ടിരുന്നാൽ അതിൻ്റെ പുറത്തുകൂടി പാമ്പ് വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം നേരത്തെ പെരുമ്പാമ്പിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും ഈ പെരുമ്പാമ്പ് നാട്ടിൽ വരുന്ന ഈ പെരുമ്പാമ്പും ഈ പറയുന്ന പോലെ കാട്ടുപന്നിയൊക്കെ അറ്റാക്ക് ചെയ്യുമല്ലോ. ശരിക്കും മനുഷ്യനെയും ഇതുപോലെ കഴിക്കാൻ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്ന നമ്മുടെ മലമ്പാമ്പ് മനുഷ്യരെ ഉപദ്രവിക്കില്ല. നമ്മുടെ മനുഷ്യനെ പിടിച്ചിട്ടുള്ളതായിട്ട് ഇതുവരെയും ഒരു ഇതും റിപ്പോർട്ട് ചെയ്തില്ല. അത് മനുഷ്യരെ പിടിക്കാറില്ല. ഇവർക്കെല്ലാം നമ്മളെ പേടിയാണ്. ഈ പാമ്പുകൾക്കായാലും ശരിക്കും ജീവികൾക്കെല്ലാം മനുഷ്യരെ പേടിയാണ്. നമ്മളാണ് ദുഷ്ടന്മാര്, അവര് പാവങ്ങളാ.
അപ്പോൾ അവർക്ക് പേടി. അപ്പോൾ പെരുമ്പാമ്പായാലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് പോവും അതിൻ്റെ വഴിക്ക്. അല്ലാതെ അങ്ങനെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അത് ഇതുവരെയും അങ്ങനെ മുതിർന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഒത്തിരി പെരുമ്പാമ്പിനെയൊക്കെ എല്ലാ ദിവസവും എടുക്കുന്നതാണ്. അത് ഇതുപോലെ പൂച്ചയോ പട്ടിയോ കോഴിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കും. പിന്നെ സംഭവിച്ചു പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ചെറിയ വിടവുണ്ടെങ്കിൽ അതുവഴി അകത്ത് കയറും. അകത്ത് കയറി വിഴുങ്ങി കഴിയുമ്പോൾ പിന്നെ ആ വലിയൊരു സാധനവും കൊണ്ട് അതിന് തിരിച്ചിറങ്ങാൻ പറ്റൂലാതെ ട്രാപ്പായി പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യേണ്ടി വരുന്നത്. മുയൽ അതുപോലെയൊക്കെയുള്ള സാധനങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ്. അല്ലാതെ നമ്മുടെ മലമ്പാമ്പ് മനുഷ്യനെ അങ്ങനെ ഉപദ്രവിക്കാറില്ല. നമ്മൾ ഇതുപോലെ ആൾക്കാർ പിടിച്ചിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര പേടി പറയും. അതിൻ്റെ ഒരു ആവശ്യമില്ല. മലമ്പാമ്പ് നമ്മുടെ പെരുമ്പാമ്പ്, ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്ന നമ്മുടെ പെരുമ്പാമ്പ് അങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കാറില്ല. ഇല്ല. നമുക്ക് മറ്റൊരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം. കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ധാരാണ്. ഹലോ, ഞാൻ ശബരീഷാണ്. യെസ്, ശബരീഷ് ചോദിച്ചോളൂ. ഞാൻ ചോദിക്കണം മാഡത്തിനോട് ചോദിക്കണം. മാഡം, നമ്മള് ചൂടുകാലത്തെ നമ്മള് വീടിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഈ പറമ്പ് ഇങ്ങനെ ചെടികളൊക്കെ വളർന്നുണ്ടാവില്ല, അത് നമ്മൾ ക്ലീൻ ചെയ്യാണോ വേണ്ടത്? അത് ഈ പാമ്പുകൾക്ക് കംഫർട്ടബിൾ ആവുകയാണോ ചെയ്യാ? അവര് പുറത്തേക്ക് ചാടാൻ, ഈ ചൂട് കൂടുമ്പോ അവര് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലല്ലേ? അതെ, ചൂട് കൂടുമ്പോഴേ അവര് പുറത്തോട്ട് ഇറങ്ങും. അതായത് നമ്മൾ ക്ലീൻ ആക്കിയിട്ട് ഇടാണോ വേണ്ടത്? പിന്നെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് വീടിന്റെ ചുറ്റും? പലരും പറയുന്നത് പാൽക്കായം തളിച്ചാലൊക്കെ അതിന്റെ ഒരു ഇത് കുറയും. പുതിയൊരു സാധനത്തിന്റെ പാൽക്കായം ഇല്ലപ്പാ, അത് അങ്ങനെയില്ല. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീടിനോട് ചേർന്നുള്ള പരിസരവും നല്ല വൃത്തിയാക്കി ഇടുക. ചെറിയ ചെറിയ മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടച്ചു വയ്ക്കുക. പിന്നെ വീടിനോട് ചേർന്ന് അനാവശ്യമായിട്ടുള്ള വേണ്ടാത്ത സാധനങ്ങൾ, നമ്മുടെ വീട്ടിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങളൊക്കെ വാരിയാൽ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും കൊണ്ട് കളയണം. അല്ലാതെ വെറുതെ അടുക്കി വയ്ക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ അമ്മമാർക്കെല്ലാം ഉള്ളൊരു പ്രത്യേകതയാണ്, ഗ്യാസ് ഉണ്ടെങ്കിലും കുറച്ച് വിറക് അടിയിലിരുന്നാലേ ഒരു സമാധാനമുള്ളൂ. നാട്ടിൻപുറത്തുള്ളവരൊക്കെ കേട്ടോ, സിറ്റിയിലൊന്നും ഇപ്പം അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അടുക്കി വയ്ക്കുക വെറുതെ. പിന്നെ ഈ ഷൂ ഒക്കെ കിടന്നാൽ ഇതെല്ലാം നനവുള്ള സാധനങ്ങളാണ്. ഷൂ ഒക്കെ നമ്മൾ ഇട്ട് വേർപ്പായി നനഞ്ഞിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഉള്ളിൽ കയറിയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക എന്ന് മാത്രമേ, അവർക്കൊരു ഷെൽട്ടർ നമ്മൾ കൊടുക്കരുത്. അവർ കയറി വരാനുള്ളൊരു സാഹചര്യം, അത് വന്നു കഴിഞ്ഞാലും അപ്പോൾ വരുവാണെങ്കിൽ ഇവരെവിടെയെങ്കിലും അത്രയും ഒതുങ്ങിയ ഒരു ഇരുണ്ട സ്ഥലം, ഒരു ഡാർക്ക് സ്പേസിൽ ഒളിച്ചിരിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ അതുവഴി കറങ്ങിയിട്ട് അതിൻ്റെ വഴിക്കങ്ങ് പൊക്കോളും. പിന്നെ വേസ്റ്റൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ എലി വരും. എലിയെ പിടിക്കാനാണ് കൂടുതലും. ചേര പോലെയുള്ള പാമ്പുകൾ ഏറ്റവും കൂടുതൽ വീടിനകത്ത് വന്ന് പെടുന്നത് എലിയുടെ പുറകെ വരുന്നതാണ്, അല്ലെങ്കിൽ തവളയുടെ പുറകെ വരുന്നതാണ്. അങ്ങനെ വന്നാണ് ഇവർ നേരെ വന്ന് ചിലപ്പോൾ വീടിനുള്ളിലേക്കൊക്കെ കയറുന്നത്. പിന്നെ കയറി കഴിഞ്ഞിട്ട് ഇതിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ എവിടെയെങ്കിലും അടുത്ത് മാളം വല്ലതും നമ്മുടെ വീടിനോട് ചേർന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് അങ്ങ് കയറിപ്പോകും. അല്ലാതെ വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകണം എന്നില്ല. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലാണ്. നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി ഇടുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ മാഡം, പിന്നെ നമ്മള് എന്തെങ്കിലും എമർജൻസി കേസ് വരുമ്പോൾ നമ്മൾ സർപ്പ ആപ്പ് വഴി കണക്ട് ചെയ്താൽ മതിയോ? ഉറപ്പായിട്ടും മതി, ഉറപ്പായിട്ടും. അതെ. സർപ്പയുടെ ആപ്ലിക്കേഷൻ എന്താണ്, നമ്മുടെ ഫോണിൽ ബാക്കി എല്ലാ ആപ്പും നമ്മുടെ ഫോണിൽ കിടക്കുന്നത് പോലെ തന്നെ സർപ്പയുടെ ആപ്ലിക്കേഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്തിടണം. അതിൽ ഒരുപാട് റെസ്ക്യൂവേഴ്സിൻ്റെ നമ്പറുണ്ട്. ആരെ വിളിച്ചാലും, ഒരാൾക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അടുത്ത റെസ്ക്യൂവറെ കണക്ട് ചെയ്യും. ഉറപ്പായിട്ടും അടുത്ത ആൾ വരും, വന്ന് പാമ്പിനെ അവിടെ നിന്ന് സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരും. പിന്നെ പാമ്പിനെ കണ്ടു, ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും ചിലപ്പോൾ അപ്രത്യക്ഷമായിട്ട് നമുക്ക് കിട്ടാത്ത സാഹചര്യം വരാറുണ്ട്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹോളിലോട്ട് കയറുന്നത് കാണും, പിന്നെ നമ്മളത് കാണൂല. അങ്ങനെ ഉണ്ടാവും. കാരണം അത് ഏത് വഴിയെങ്കിലും അത് പോവും. അതുകൊണ്ട് പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓടിപ്പോവാതെ കുറച്ചൊന്ന് മാറി നിന്ന് അതിനെ ഒന്ന് നിരീക്ഷിക്കണം. ഇതെവിടെയാണ് കയറിയിരിക്കുന്നത് എന്ന് ഒന്ന് മാറി നിന്ന് നിരീക്ഷിച്ച് കൃത്യമായിട്ടത് ആ സ്ഥലത്ത് പോയി ഇരിക്കുന്നത് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുകയും വേണം. അതിനിടയ്ക്ക് എന്ത് ചെയ്യുക, സർപ്പയിൽ വോളണ്ടിയറുടെ നമ്പർ എടുത്തിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾ വന്ന് റെസ്ക്യൂ ചെയ്ത് തരും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തായാലും മറ്റൊരു കോളർ കൂടി ഉണ്ട്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ധാരാണ്. ഹലോ, കോട്ടയം ചിങ്ങവനത്തുനിന്ന് ജയനാണ്. ചേട്ടാ ചോദിച്ചോളൂ. ഒരു സംശയമുണ്ട്. നമുക്ക് ഏതെല്ലാം ടൈപ്പ് പാമ്പുകളെ നമുക്ക് കൊല്ലാൻ പറ്റും മേഡം? അങ്ങനെ ഇപ്പം ചില ഉപദ്രവകാരിയായിട്ട് വരും, ചിലരൊക്കെ തല്ലി കൊല്ലുന്ന കാണാം. അപ്പൊ നമുക്ക് ഈ കൊല്ലാൻ പറ്റുന്ന പാമ്പുകൾ ഏതൊക്കെയാണ്? ഒന്നിനെയും കൊല്ലാൻ പറ്റൂല. പറ്റാത്തത് ഏതൊക്കെയാണ്?
ഒന്നിനെയും കൊല്ലാൻ പറ്റൂല. പാവങ്ങളല്ലേ, എന്തിനാണ് അപ്പോൾ നമ്മൾ അതിനെ കൊല്ലുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? നമുക്ക് കൊല്ലണ്ട, അവരും ഇവിടെ ഭൂമിയിൽ ജീവിക്കാനുള്ളവരല്ലേ. പോലുള്ള ഈ വെള്ളത്തിൽ കാണുന്ന നീർക്കോലി പോലുള്ള ചിലരൊക്കെ വലയിലെ ഇങ്ങനെ നമുക്ക് കൊടുക്കി ഇങ്ങനെ വലിച്ചൂരി തല്ലി കൊല്ലുന്നതൊക്കെ കാണാം. നീർക്കോലിയൊക്കെ നോൺ വെനമസാ. നീർക്കോലിക്കൊന്നും വിഷമില്ലാത്ത വെറും പാവപ്പെട്ട പാമ്പാണ്. അതിനെയൊന്നും കൊല്ലേണ്ട ഒരു കാര്യമില്ല. പാമ്പുകളെ ഒന്നും കൊല്ലാൻ പാടില്ല. ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. പാമ്പുകളെല്ലാം ഷെഡ്യൂൾ 1-ലും 2-ലും ആണ്. നമ്മുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം എല്ലാ പാമ്പുകളും ഷെഡ്യൂൾ 1-ലും ഷെഡ്യൂൾ 2-ലും ഉൾപ്പെട്ടതാണ്. ഈവൻ നമ്മുടെ ചുരുട്ട എന്ന് പറയുന്ന കോമൺ വുൾഫ് ഉൾപ്പെടെയുള്ള പാമ്പുകൾ ഷെഡ്യൂളിൽ പെട്ടതാണ്. ഇവരെ കൊന്നു കഴിഞ്ഞാൽ 25,000 രൂപ മുതൽ പിഴയും 3 മുതൽ 7 വർഷം വരെ തടവുമാണ് ശിക്ഷ. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അവർ ജീവിക്കട്ടെ. എന്തിനാണിപ്പോൾ നമ്മൾ അങ്ങനെ കൊല്ലണ്ട? മീൻസ് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചിലപ്പോൾ വീടിനകത്തൊക്കെ വന്ന് പെട്ടുപോകുന്നത്. ഇത് നമ്മൾ വിമർശിക്കുന്നവരുണ്ടാവും. മനുഷ്യൻ്റെ ജീവനെ എടുത്തതാണ്, ഓക്കെ, അതെല്ലാം ഓക്കെ ആണ്. പക്ഷേ നമ്മൾ കുറച്ച് സൂക്ഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവരാരും നമ്മുടെ വീട്ടിലേക്ക് വരില്ല. അതെന്താണ് നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രമാണ് ചിന്തിക്കുന്നത്. പറയുമ്പോൾ അതിൽ കുറേ നെഗറ്റീവ് കണ്ടെത്തി അതിനെ അങ്ങനെ പറഞ്ഞ് അതിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊല്ലുക, ഇതാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊല്ലണ്ട. കൊന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ശിക്ഷയാണ്. നമ്മൾ ആ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കേണ്ട. അതൊരു ജീവിയല്ലേ, അത് ജീവിച്ചു പോട്ടെ. അതിനെ കൊല്ലാതെ വിട്ടേക്ക്. വിളിച്ച് പറഞ്ഞാൽ, കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വന്ന് അത് റെസ്ക്യൂ ചെയ്ത് മാറ്റിത്തരാമെന്ന് ഉറപ്പ് തരുന്നു. പിന്നെ വരാതിരിക്കാനൊക്കെയുള്ള ഒരുപാട് മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇപ്പോൾ കുറേ ദിവസമായിട്ട് എല്ലാ മീഡിയ വഴിയും നമ്മൾ വനംവകുപ്പ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടിട്ട് അപ്രകാരം ഒന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും ഇവരാരും നമ്മുടെ അടുത്തേക്ക് വരില്ല. താങ്ക് യു സോ മച്ച്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഉണ്ട്, ശില്പ അയച്ചിരിക്കുന്നതാണ് തിരുമലയിൽ നിന്ന്. അതായത് ഈ കാറ്റ് ക്ലോ പ്ലാന്റ് ശരിക്കും നമ്മുടെ കോമ്പൗണ്ട് വാളിലൊക്കെ ഇങ്ങനെ, അതേത് ചെടിയാണെന്ന് എനിക്കറിയില്ല, ആ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ സ്നേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ എന്ന്? ചുമ്മയാണ് കേട്ടോ. ഇത് എനിക്ക് ഈ കാറ്റ്കോ പ്ലാന്റ് ഏതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സർപ്പഗന്ധി എന്നൊക്കെ പറയുന്ന ചെടികൾ വച്ച് കഴിഞ്ഞാൽ വരില്ല എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു. ഇന്നലെ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിട്ട ഒരു പോസ്റ്റിൽ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു, ഏതോ ഒരു മരം, പുള്ളി ഏത് മരമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, എന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ചോദിച്ചേക്കുന്നത്. ഏതോ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ മൂട്ടിലേക്ക് പാമ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ജീവനോട് തിരിച്ചു വരില്ല എന്നാണ് പുള്ളിയുടെ വാദം. അപ്പോൾ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തയ്യാറാണെന്ന് പറഞ്ഞു. ഏത് മരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്തരത്തിൽ മരങ്ങളോ ചെടികളോ ഒന്നും നട്ടുപിടിപ്പിച്ചത് കൊണ്ട് പാമ്പ് വരാതിരിക്കില്ല. അതിൻ്റെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ചെടി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ചെടിയിൽ നിന്ന് എങ്ങനെയാണ് ആ പാമ്പ് വരാതിരിക്കാനുള്ള, എന്താണ് അതിൻ്റെ ശാസ്ത്രീയ വശം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. എന്തായാലും നിലവിൽ പണ്ട് മുതലേ നമ്മൾ അറിയുന്ന ഒരു കാര്യം സർപ്പഗന്ധിയാണ്. ആ പേര് പോലും അതുകൊണ്ടാണ് സർപ്പഗന്ധി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ചെടികളോ മരങ്ങളോ നട്ടുപിടിപ്പിച്ചാൽ പാമ്പ് വരാതിരിക്കില്ല. ശരിക്കും മറ്റൊരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിച്ചു. അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ, കൂടുതലും എനിക്കൊന്ന് പുരുഷന്മാരെയാണ് ഈ റെസ്ക്യൂ ചെയ്യുന്നത് കാണുന്നത്, സ്ത്രീകളും കാണാറുണ്ട്, പക്ഷേ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ സ്ത്രീ എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാറുണ്ടോ? പുരുഷന്മാർ മാത്രം പിടിച്ചാൽ പോരല്ലോ, നമ്മളും പിടിക്കണ്ടേ? അത് ശരിയാണ്, തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഒരു ലേഡി വരുമ്പോൾ എന്തെങ്കിലും ഫേസ് ചെയ്യാറുണ്ടോ അങ്ങനെ ഒരു? എനിക്ക് സമൂഹത്തിൽ നിന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഞാനും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നതെല്ലാം ആ സമയങ്ങളിലാണ് കൂടുതലും. മീൻസ് രാത്രിയാണ് പാമ്പുകൾ കൂടുതലും കാണുന്നത്. പൈത്തണൊക്കെ ആണെങ്കിൽ രാത്രി വെളുപ്പിനൊക്കെ ആയിരിക്കും, ഒരു 12, 1, 2, 3 ആ മണിയൊക്കെ ആയിരിക്കും കൂടുതലും പാമ്പുകളെ കാണുന്നത്. പകലും കിട്ടാറുണ്ട്, എന്നാലും കൂടുതലും രാത്രി സമയത്ത് പോകാറുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് റെസ്ക്യൂവിന് പോകുന്ന അവസരം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്, പോകാറുണ്ട്. പിന്നെ മറ്റു ചില പാമ്പുകളുടെ ഉപദ്രവമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരുടെ മീൻസ് ചില ആൾക്കാർ എന്തുവാണ് പല രീതിയിലും സംസാരിക്കുന്ന ആൾക്കാർ കാണും. പിന്നെ നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടല്ല, അതെല്ലാം എന്താണ് അവരുടെ ആ ഫാൻസിൻ്റെ ഒരു എന്താണ് അവരുടെ ആ ഇഷ്ടം കൊണ്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാവാറേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇതുവരെയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറവാണ്. ഇപ്പോൾ ഒത്തിരി പേര് പെൺകുട്ടികൾക്ക് ഒത്തിരി പേർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും വരണം. നമ്മളിപ്പോൾ ഒരാൾ മാത്രം അല്ല, അല്ലെങ്കിൽ 1, 2 പേര് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പുരുഷന്മാർക്ക് മാത്രം പറ്റുന്ന കാര്യം
എന്ന് പറയുന്നത് വെറും തെറ്റായ ധാരണയാണ്. നമ്മളെ സ്ത്രീകളെ കൊണ്ട് പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് 100%. എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും പറ്റും, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ കുറേ പേർക്കൊക്കെ പാമ്പെന്ന് പറഞ്ഞാൽ അറപ്പാണ്, വെറുപ്പാണ്, എന്തോ അതെ ഭയമുണ്ട്, എന്തോ ഒരു സംതിങ് എന്താണെന്ന് അവർക്ക് പറയാൻ അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇനി അത് എഴയുന്നത് കാണുമ്പോഴാണോ, അങ്ങനെ ഇനി കൈയും കാലും ഇല്ലാത്തത് കൊണ്ടാണോ ആ ബുദ്ധിമുട്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞാനിപ്പോൾ ഇന്നും ഞാൻ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു TTCയുടെ സ്റ്റുഡൻസിന്. അപ്പോൾ അവരോട് അവിടെ ആ ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ എല്ലാവർക്കും പേടിയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഒരു എന്തുകൊണ്ട് പാമ്പിൻ്റെ ഫോട്ടോയോ വീഡിയോ പോലും കാണാത്ത ആൾക്കാരുണ്ട്, അതുപോലും കാണുന്നത് ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഇഷ്ടക്കേട്? എനിക്ക് തോന്നുന്നത് നമുക്ക് കാലാകാലങ്ങളായി നമ്മുടെ മനസ്സിൽ കുത്തി നിറച്ച് വെച്ചേക്കുന്ന എന്തോ ഒരു മിഥ്യാധാരണ ആയിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ തലമുറകളായിട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളതിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് നോക്കൂ, നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും, ഒരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളുമായി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു അല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, നമുക്കറിയേണ്ട കാര്യങ്ങൾ, സംശയങ്ങൾ കുറേ മാറ്റി തന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം കുറേയൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്ന ഒരു ശരിക്കും ഇൻ്റർവ്യൂ തന്നെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3-4 ദിവസം കൊണ്ട് ഞങ്ങളെ വനം വകുപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുവാണ് പാമ്പ് കടിയേറ്റുള്ള മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും പാമ്പ് കടിയേറ്റുള്ള മരണം പണ്ട് കൂടുതലായിരുന്നു. പക്ഷേ അത് കുറച്ച് 0-ലാക്കുക എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ലക്ഷ്യം. സർപ്പയുടെ ആപ്ലിക്കേഷൻ ഞങ്ങൾ അതിനു വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അതുവഴി പാമ്പ് കടിയേറ്റുള്ള മരണം 0 ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ്. പക്ഷേ പാമ്പ് കടിയേറ്റുള്ള മരണം കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളും കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്കത് തടയാൻ പറ്റുള്ളൂ. ചൂട് കൂടുതലായതുകൊണ്ടാണ് പാമ്പുകൾ പുറത്തിറങ്ങുന്നത്. നമ്മളവരെ അറിയാതെ ചവിട്ടുകയോ അവരുടെ ശരീരം വേദനിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും ബൈറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം സംഭവമാണെങ്കിൽ അത് ഒരുപാട് വിഷമമുണ്ട്. ഒരു റെസ്ക്യൂവർ എന്ന നിലയിലോ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥ എന്ന നിലയിലോ അല്ല. എനിക്കും 2 ആൺമക്കളാണ്. ഒരു അമ്മ എന്ന നിലയിൽ അത് എത്ര പറഞ്ഞാലും ആശ്വസിപ്പിച്ചാലും മതിയാവാത്തൊരു കാര്യം തന്നെയാണ്. മറ്റേ മോനും ഹോസ്പിറ്റലിലാണ്. എത്രയും വേഗം ഭഗവാൻ കുഞ്ഞിന് ആരോഗ്യം കൊടുത്ത് നല്ലതായിട്ട് വരട്ടെ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒരു പ്രശ്നമുണ്ടായിട്ട് നമ്മൾ ചികിത്സിക്കുന്നതിലും നല്ലത് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞ് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് പാമ്പുകളുടെ സാന്നിധ്യം നമുക്ക് കുറയും. അവർ പിന്നെ പുറത്തോട്ടൊന്നും അധികം വരാറില്ല. അപ്പോൾ അതുവരെ നമ്മൾ ഉറപ്പായിട്ടും ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടരുത്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ വനംവകുപ്പിനെ വിവരം അറിയിക്കുക. നമ്മുടെ വീടും പരിസരവും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടുക. പാമ്പിന് കയറിയിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അതിൻ്റെ പുറകെ നെഗറ്റീവ് ചിന്തകൾ ആലോചിച്ച് പോവാതെ അതൊരു പോസിറ്റീവായി കണ്ടുകൊണ്ട് വനം വകുപ്പിനോടൊപ്പം ചേർന്ന് നിങ്ങളും ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഞാൻ മുമ്പൊരു ദിവസം പറഞ്ഞിരുന്നു, പ്രകൃതി എന്ന് പറയുന്നത് ജീവികളും മൃഗങ്ങളും എല്ലാം ചേർന്നതാണ്. ഇവരെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു ജീവിതം ഇവിടെ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ. അവർക്കും അപകടം ഉണ്ടാവാതിരിക്കട്ടെ. അതുപോലെ മനുഷ്യജീവനും ഓരോ ജീവനും വിലയുള്ളതാണ്. അതിനും ഒരു കുഴപ്പവും ഉണ്ടാവാതെ നല്ലതായിട്ട് പോട്ടെ. അതിനുവേണ്ടി നിങ്ങളും ഞങ്ങൾക്കൊപ്പം ഞങ്ങൾ പറയുന്ന മാർഗനിർദ്ദേശങ്ങൾ അത് മാത്രം അനുസരിച്ചാൽ മതി. വീടും ചുറ്റും വൃത്തിയാക്കിയിട്ട് കുറച്ച് ജനലും വാതിലും ഒക്കെ അടച്ചിടുക. കുഞ്ഞുങ്ങൾ സ്കൂള് അവധി സമയമാണ്, അവർ പുറത്തിറങ്ങുമ്പോൾ ഷൂസൊക്കെ ധരിച്ചിട്ട് പുറത്ത് പോകാൻ അവർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അവർക്കറിയില്ല ഇതിനെപ്പറ്റിയൊന്നും. അപ്പോൾ അത്തരത്തിൽ വനംവകുപ്പ് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും എല്ലാം ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ദയവ് ചെയ്ത് അതൊന്ന് കണ്ട് അല്ലെങ്കിൽ കേട്ട് അത് സ്വീകരിക്കണമെന്ന് ഒരു അപേക്ഷയുണ്ട്. അങ്ങനെ നമുക്ക് പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, ഒരു സംശയവും വേണ്ട. ഇതുപോലെയുള്ള ഒരു ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ SAVയിലൂടെ നിങ്ങളോട് ഈ കാര്യം പറയാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ഇതുപോലെ മറ്റൊരു അതിഥിയുമായി മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.